അതിന് ചതയ്ക്കാൻ വേണ്ടി ഒരു 3 പച്ചമുളക്, 2 ചെറിയ തണ്ട് ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളി എടുത്തൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നു. ഒരു 4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നെയ്യ് ഇട്ട് ആ ഉള്ളി നമുക്ക് വറുത്തെടുക്കാം. ഉള്ളി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്നിളക്കി ഒന്ന് മൂത്ത് വരുമ്പം തീ കുറയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നല്ല മീഡിയം ഫ്ലെയിമിലായിരിക്കുന്നത്. ഇത്രയും മൂത്ത് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം. അത് വറുത്ത് കോരിയെടുക്കുക. അത് കോരിയെടുത്തിട്ട് ഉള്ളി രണ്ടായിട്ടാണ് വറക്കുന്നത്. പകുതി ഉള്ളി ഉണ്ട്, പാത്രത്തിലിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് വെതറിയിടണം, അല്ലെങ്കിൽ ആ ക്രിസ്പി അങ്ങ് പോകും. എന്നിട്ട് അടുത്തുള്ളി ഇട്ട് ബാക്കിയിട്ട് വറുത്തതുപോലെ വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചു. ഒരു 3 ഗ്ലാസ് അരി, ഇത് കൈമ അരിശിയാണ്, ജീരക അരിശി, അത് 3 ഗ്ലാസ് അരി എടുത്ത് കഴുകി വെച്ചു. ആ ഉള്ളിയും വറുത്ത് കോരി മുഴുവൻ ഉള്ളി വറുത്തു. ഒന്ന് കൈ കൊണ്ട് ഇളക്കിയിട്ട എന്നിട്ട് ബാക്കി എണ്ണയ്ക്കകത്തൊരു കുറച്ച് ക്യാഷ്യൂ പറങ്ങാണ്ടി, അത് റോസ്റ്റ് ഇടാം. അതൊന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരുമാതിരി മൂത്ത് വരുമ്പോൾ കുറച്ച് മുന്തിരിങ്ങ, ഗ്രേപ്സ്, ഉണക്ക മുന്തിരിങ്ങ, അത് വിട്ട് അതൊന്ന് കുതിർന്ന് വീർത്ത് വരും. അതൊന്ന് നല്ല പൊങ്ങി വരുമ്പോൾ അത് വറുത്ത് കോരി ബാക്കി പകുതി എണ്ണ നമുക്ക് മാറ്റി വെക്കാം. ആ എണ്ണയ്ക്കകത്ത് ചോറും വെക്കാം. എന്നിട്ട് ഇതിന് മസാല ഉണ്ടാക്കാം. കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഒരു 2 കഷ്ണം പട്ട, ഭക്ഷണ ഇല, 4 ഗ്രാമ്പൂ, 4 ഏലക്ക എല്ലാം ഇട്ടൊന്ന് വഴറ്റിയിട്ട് അത് വഴന്ന് വരുമ്പോൾ ഒരു 10 സെക്കൻഡ് മതി, ഇച്ചിരി നേരം മതി. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ടിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കാം. അതിൻ്റെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒരു മിനിറ്റ് മതി. അതൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ 3 തക്കാളി, ചെറിയ 3 തക്കാളി അരിഞ്ഞ് അതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതായിട്ട് കുക്കാകണം, നല്ലതായിട്ട് വഴണ്ട് വരണം. അതൊരു 5 മിനിറ്റോളം ആകും. നല്ലതായിട്ടൊന്ന് മൂടി വെച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി വരണം. കുറച്ച് ഉപ്പൂടെ ഇടാം. ഉപ്പ് ഇതുവരെ നമ്മളിട്ടില്ല. ഉപ്പ് ഇട്ട് നല്ലതായിട്ട് തക്കാളിയൊക്കെ ഇപ്പോൾ ഒന്ന് ഉടഞ്ഞൊന്ന് വെള്ളമൊക്കെ പറ്റി വന്നപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ മസാലകളെല്ലാം ഇടാം. കാശ്മീരി ചില്ലിയാണ്, 2 സ്പൂൺ കാശ്മീരി ചില്ലി. സാധാരണ ആണെങ്കിൽ 1 സ്പൂൺ മതി. ഇതാകുമ്പോൾ ഒരു നിറം വരും. 2 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കുറച്ച് കുരുമുളക് പൊടി അത് വിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല, ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് ഇത് നല്ലതായിട്ട് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിക്കൊണ്ടുവരാം. ആ വഴറ്റി മസാലയെല്ലാം നല്ല വഴണ്ട് തക്കാളിയൊക്കെ വെന്ത് നമുക്ക് എണ്ണ തെളിയണം. ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കണം. അത് ഞാൻ വീഡിയോ എടുത്തില്ല. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ആ മസാല നല്ലതായിട്ട് തിളപ്പിക്കും. ചൂടുവെള്ളം ഒഴിച്ച് 1/2 ഗ്ലാസ്. എന്നിട്ട് ഈ അരി വറുത്ത് വെച്ച ഉള്ളിയുടെ ഒരു 1/2 ഭാഗം ആ ഉള്ളിയുടെ അതിനകത്തോട്ടിട്ട് നല്ല ഇളക്കി ആ മസാല എല്ലാം മിക്സായി ചാറ് നല്ല കുറുകി വരണം. നല്ല ചാറ് കുറുകി നല്ല മസാല ഇങ്ങനായി. നമ്മൾ ഈ മുട്ട റോസ്റ്റിൻ്റെയൊക്കെ മസാല പോലെ മസാല അങ്ങനെ ആക്കി വെക്കുമ്പോൾ നമുക്കത് ഇത്രയും മതി. ഇച്ചിരി ഒരു മോയ്സ്ചർ വേണം. ഇത്ര ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് ഇളക്കി വെക്കാം. മസാല നല്ല കുറുകി വന്നപ്പം മതി. ഇതിനെ ഇനി ഓഫ് ചെയ്ത് ഇറക്കി മൂടി വെക്കാം. മൂടി വെച്ച് കഴിഞ്ഞ് അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ചോറിൻ്റെ പണി നോക്കാം. ബാക്കി എണ്ണ, ആ ഉള്ളി വറുത്ത ബാക്കി എണ്ണയ്ക്കകത്ത്, ആ എണ്ണയ്ക്കാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും, നെയ്യുടെയും മുളിയുടെയൊക്കെ. അതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് കൊണ്ടിട്ട് ഇതേമാതിരി സ്പൈസ് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 2 ഗ്രാമ്പൂ, 2 കഷ്ണം ബേ ലീവ്സ്, 1 കഷ്ണം പട്ട, മറ്റേ ജാതിപത്രി ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് ചൂടുവെള്ളം ഒഴിക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് തിളച്ച വെള്ളം. നമുക്ക് 3 ഗ്ലാസ് അരിയായിരുന്നു, 4 ഏത് കപ്പിനെടുക്കുന്നു അതിന്. ആ വെള്ളം ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞ് വെള്ളം നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ ആ ഉള്ളി വറുത്ത് വെച്ച് ഉള്ളിയെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് മൂപ്പിച്ച് ഒരു അരമുറി, ഇച്ചിരി നാരങ്ങ, 1 സ്പൂൺ മതി, ഇച്ചിരി നാരങ്ങയും പിഴിഞ്ഞിട്ട് വെള്ളം നല്ല തിളച്ച് കഴിയുമ്പോൾ ഈ അരി, ആ ജീരക അരശി, അതൊരു 3 കപ്പുണ്ട്, അത് കഴുകി വെച്ചിരുന്ന് കുതിർത്തിട്ട് ഒന്നുമില്ല, കഴുകി വാരി വെച്ചത് കുതിർത്തില്ല. നല്ല തിളച്ച് കഴിയുമ്പം തീ കുറയ്ക്കണം. തീ കുറച്ച് സിമ്മേ വെച്ച് മൂടി വെക്കുക. ഒരു
5-6 മിനിറ്റ് ആവും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് നോക്കിയപ്പം വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ടൊരു 3/4 വെന്തു. മുഴുവൻ ഫുള്ള് വെന്തില്ല, ഒരു 90% വെന്തു. തീയും പോയി. എന്നിട്ട് നമുക്ക് ഈ മസാല എടുത്ത് വെക്കാം. ചോറിൻ്റെ പരിപാടി കഴിഞ്ഞ് ഈ മസാല എടുത്തിട്ട് മസാല ഒന്നുകൂടെ ചൂടാക്കി എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് കഴുകി വെച്ചേക്കുന്ന ചെമ്മീൻ, ഞാൻ ആ ചെമ്മീൻ്റെ വീഡിയോ എടുത്തില്ല. 1 കിലോ ചെമ്മീൻ വാങ്ങിച്ചത്, അത് പൊളിച്ച് വന്നപ്പോൾ 1/2 കിലോയേ ഉള്ളൂ. ആ ചെമ്മീൻ ഇട്ട് തിളപ്പിച്ച് നല്ലതായിട്ട് കഴിഞ്ഞ് നമുക്കത് ലെയർ ഉണ്ടാക്കാം. ചോറിട്ടു. ചെമ്മീൻ അധികം വേവില്ല, ഈ ദം ചെയ്യുന്നതിന് വെന്തോളും. ഇച്ചിരി മസാല മല്ലിയില ഇട്ടു, പുതിന ഇല ഇട്ടു, അതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തു. പിന്നെ അതിൻ്റെ പുറത്തോട് ശകലം ഉള്ളി വറുത്തതിട്ടു. പിന്നെ അതിൻ്റെ പുറത്ത് പിന്നെയും ചോറിട്ടു. ഇച്ചിരി നെയ്യ് ഒഴിച്ചു, ശകലം നെയ്യ് ഒഴിച്ചു. ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് പിന്നെയും ചോറിട്ടു. ആ ചോറ് വെച്ചത് അടുത്ത ലെയർ ഇട്ടു. ശകലം മസാലപ്പൊടി ഇട്ടു, ഗരം മസാല. അധികം മസാല ഇല്ല ഇതിന്, മസാല കുറവാണ്. ആ ചോറ് വെതറി അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, ഞാൻ ദോശക്കല്ലിൽ ഇത് വെച്ചേക്കുന്നത് കേട്ടോ. പഴയൊരു ദോശക്കല്ലെടുത്ത് അതിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. ഇച്ചിരി പുതിനായും മല്ലിയില ഇട്ടു. പിന്നെ ഇച്ചിരി ഉള്ളിയോടെ ഇട്ടു. എന്നിട്ട് ആ നട്ട്സ്, വറുത്ത് വെച്ച നട്ട്സ്, കാഷ്യൂം ഗ്രേപ്സും അതിട്ടു. അതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇച്ചിരി നെയ്യ് മേലെ ഒഴിച്ചിട്ട് നമുക്ക് ദം ചെയ്യാം. ഒരു പാത്രം വെച്ച് നല്ല ടൈറ്റാക്കിയിട്ട്, നല്ല ടൈറ്റ് വെച്ച് അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച് വെച്ചേക്കാം. അതൊന്ന് അമങ്ങാൻ വേണ്ടി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചൂട് പോയി കഴിഞ്ഞ് തുറന്നപ്പോൾ നല്ല മണമാണ്. നെയ്യുടെയും ആ മസാലയുടെയൊക്കെ നല്ല മണമാണ്. അങ്ങനെ നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡിയായി. സൂപ്പറായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. താങ്ക്